കേരളത്തിലെ റാഡിക്കൽ ഇസ്ലാമിനെതിരെ ശക്തമായ താക്കീതുമായി കാസ. ഹിജാബിന്റെ പേരിൽ നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയകാര്യ പ്രവർത്തകർ താലിബാൻ മോഡൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എറണാകുളം പള്ളുരുത്തി സെയിന്റ് സ്കൂളിൽ കാസയുടെ പ്രവർത്തകർ സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. പ്രദേശത്ത് തന്നെ മറ്റൊരു സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ടി.സി. വാങ്ങി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ എത്തിയ കുട്ടിയെ ഹിജാബ് ധരിപ്പിക്കുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയകാര്യ പ്രവർത്തകരും കുട്ടിയുടെ മാതാപിതാക്കളും കൂടി ഇന്നലെ സ്കൂളിൽ താലിബാൻ മോഡൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് കാസയുടെ സംസ്ഥാന ഓർഗനൈസർ ജെൻസൺ ആന്റണി അത്തിപ്പുഴയും കാസയുടെ പള്ളുരുത്തി യൂണിറ്റ് സെക്രട്ടറി അലോഷി പാലപ്പറമ്പിലും ഇന്നലെ ഉച്ചകഴിഞ്ഞ് സ്കൂൾ സന്ദർശിക്കുകയും പി.ടി.എ ഭാരവാഹികളുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഈ വിഷയത്തിൽ കാസയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. വർഷങ്ങളായി സ്കൂളിനടുത്തുള്ള കന്യാസ്ത്രമഠത്തിനു മുൻപിൽ കൂടിയുണ്ടായിരുന്ന റോഡിന്റെ പേര് സെന്റ് അഗസ്റ്റിൻ റോഡ് എന്നാണ്. എന്നാൽ കുറച്ചു നാളുകൾക്കു മുമ്പ് റോഡിന്റെ ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ പരാതി നൽകുകയും ഇതേപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ താലിബാൻ മോഡൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും വിശുദ്ധന്റെ നാമകരണം ചെയ്തിരുന്ന റോഡിന്റെ ബോർഡ് എടുത്തുമാറ്റാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നതായും അലോഷി പാലപ്പറമ്പിൽ പറഞ്ഞു. എറണാകുളത്തെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന സ്കൂളുകളിൽ ഒന്നാണ് സെന്റ് റീത്ത പബ്ലിക് സ്കൂളെന്നും കുട്ടികളുടെ പഠനനിലവാരം ഉയരണമെന്നും അവർക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവർ സ്കൂളിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെത്തന്നെ പഠിക്കാൻ തയ്യാറാകണമെന്നും മറിച്ച് വിദ്യാഭ്യാസത്തെക്കാൾ വലുതായി മതത്തെ കാണുന്നവർ അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്കൂളുകളിൽ പോയി പഠിക്കട്ടെയെന്നും സ്കൂൾ അധികൃതർക്ക് അച്ചടക്കത്തിന്റെയും യൂണിഫോമിന്റെയും കാര്യത്തിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാമെന്ന് കോടതി വിധി നിലനിൽക്കെ ഇനിയും സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ പുറത്തുനിന്നുള്ള ശക്തികൾ ശ്രമിച്ചാൽ അതിനെ തടയുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും കാസ സംസ്ഥാന ഓർഗനൈസർ ജെൻസൺ ആന്റണി അത്തിപ്പുഴ വ്യക്തമാക്കി. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി എതിർക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് കാസ നേതൃത്വവും വ്യക്തമാക്കി. വേണ്ടി വന്നാൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുവാനും കാസയുടെ പ്രവർത്തകർ തയ്യാറാണെന്നും കാസയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചു.